നമുക്ക് പ്രാർത്ഥിക്കാം. സൂക്ഷിച്ച്. ആ, ഇവിടെ നിൽക്ക. നല്ലോണം പ്രാർത്ഥിക്ക. നന്നായിട്ട് പ്രാർത്ഥിക്കണേ. അമ്മേ ദേവി, എന്റെ മനസ്സ് നീ കാണുന്നുണ്ടല്ലോ. സിദ്ധുവിന്റെ വിവാഹം ദേവികയുമായി തന്നെ നടക്കാൻ വേണ്ടി അമ്മ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് അനുകൂലമായൊരു മനസ്സ് ദേവികയ്ക്കുണ്ടാവണം. സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാണെന്ന് ദേവികയെ കൊണ്ട് പറയിപ്പിക്കണം. ദേവിക തന്നെ സിദ്ധുവിന് കൂട്ടായിട്ട് വരണം. സിദ്ധുവിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാക്കി തരണം. അമ്മേ ദേവി, മഹാമായി. മോനെ, കൈനീട്ട് തീർത്ഥം വാങ്ങിക്ക. തലയിലും കൂടി ഒഴിക്ക. ഇനി നമുക്ക് വലം വെച്ചിട്ട് വരാം. വാ. മാലക, ആനന്ദ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ ഏറെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അതുകൊണ്ട് വെറുതെ എന്നെ നിർബന്ധിക്കണ്ട. എനിക്കതിന് കഴിയില്ല. ദയവ് ചെയ്ത് ആനന്ദനത് ഉൾക്കൊള്ളണം, പ്ലീസ്. ദേവു, ഞാൻ മാലകി, മാലകി, മാലക അമ്പലത്തിൽ വന്നാണോ? ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. കൊള്ളാലോ, നല്ല ഫ്രണ്ട്. മാലാകെ, എനിക്ക് കുറിയിട്ട് തരുമോ? പിന്നെന്താ? നല്ലൊരു ചെറുപ്പക്കാരൻ. എന്തു പറ്റിയാക്ക്? മാലകയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? ആനന്ദൻ. 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 അല്ല, ആരായത്? ഇത് കുട്ടൻ. മേഘമലയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടത്. കുട്ടന്റെ നാട് ഇവിടെ തന്നെയാ. ഞാൻ കുട്ടൻ. ഇതെന്റെ മാലാഖയാ. കുട്ടൻ തനിച്ചാണോ വന്നേ? അല്ല, ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം വന്നേ. മാലക എന്റെ മുത്തശ്ശി കണ്ടിട്ടില്ലല്ലോ. എന്നാ ഞാനിപ്പോ മുത്തശ്ശി വിളിച്ചോണ്ടിരാം. ഇവിടെ നിക്കണേ. ചേട്ടാ, അമ്മേ മഹാമായി. മുത്തശ്ശി, പുറത്തിന്റെ മാലാഖ വന്നിട്ടുണ്ട്. മാലാഖയോ? ആ, മാലാഖ. മുത്തശ്ശി വേം വാ, ഞാൻ മല കാണിച്ചു തരാം. എന്റെ മല കണ്ടേ? കാണണം. വാ. കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരായിരുന്ന നമ്മൾ രണ്ടുപേരും വീണ്ടും കണ്ടത് ഒരു നിമിത്തോ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം നിനക്ക് ഞാനെന്നും എനിക്ക് നീയെന്നും നേരത്തെ എഴുതി വച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാവും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. തൻ്റെ പ്രശ്നങ്ങളൊന്നും ഇനി മുതൽ തൻ്റേത് മാത്രമല്ല, എല്ലാം നമുക്ക് ഒരുമിച്ച് നേരിടാം. അതൊന്നും വേണ്ട. എന്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ നേരിട്ടോളാം. അതിലെനിക്ക് പ്രയാസമൊന്നുമില്ല. അച്ഛന്റെ മരണശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതാ ഞാൻ. ഇപ്പൊ അത് ശീലായി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സന്തോഷത്തെക്കാളും എനിക്ക് വലുത് എന്റെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുക, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഇത് വിമലാന്റെ ഇട്ടുതന്ന വളയാ. ഇതിനി എന്റെ കയ്യിൽ വേണ്ട. അത് ഊരണ്ട. അത് ഈ കൈ തന്നെ കിടന്നോട്ടെ. ആനന്ദ, ഞാൻ പറയുന്നത്. വേണ്ട, ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും ദൈവന്റെ ചെവി കയറില്ല. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ.
ഒന്നുകൂടെ ഒന്ന് ശരിക്കും ആലോചിക്കാം. എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല. ഇങ്ങനെ നീ പിടിച്ചു വലിച്ചാ ഞാൻ വീടില്ലേ. മുത്തശ്ശി വേഗം വാ, മാലാഖ അവിടെ കാത്തിരിക്കാൻ മുത്തശ്ശി കാണാൻ വാ. എടാ എന്റെ കൈ വലിക്കാതെ ഒന്ന് പതുക്കെ പോ സിദ്ധു. എവിടെ എവിടെ നിന്റെ മാലാഖ? മാലാഖ ഇവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശി, ഇപ്പൊ കാണുന്നില്ല. എടാ നീ എന്തൊക്കെയായി പറയുന്നേ? ഇവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ശ്ശേ, ഇവിടെ നിന്നിരുന്നതാ, ഇപ്പൊ എവിടെ പോയേ? മുത്തശ്ശി ഇവിടെ നിക്ക്, മാലാഖ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ ഒന്ന് പോയി മാലാഖ നോക്കിട്ട് വരട്ടെ. വേണ്ട കൂട്ടാ, നമുക്ക് പോവണ്ടേ മോനെ? മുത്തശ്ശി ഞാൻ എവിടെയും പോവില്ല, ഞാൻ മാലാഖ നോക്കിട്ട് വരാം. മുത്തശ്ശി ഇവിടെ തന്നെ നിക്ക്, ഞാനിപ്പോ വരെ. പോവല്ലേ സിദ്ധു മോനെ? സിദ്ധു സിദ്ധു സൂക്ഷിച്ചു പോണേ മോനെ. ശോ, എന്റെ ഈശ്വര. മുത്തശ്ശി മോനെ, മാലാഖയെ കണ്ടില്ലേ? മാലയെ കാണുന്നില്ല. അയ്യേ, കുട്ടൻ കരയാണോ? ദേ, എന്തിനാ കരയുന്നേ? മാലാഖ പോയില്ലേ? സിദ്ധുവിന് മാലാഖ മുത്തശ്ശിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലോ. സാരമില്ല, കുട്ടൻ കരയാതെ. മാലാഖ ഇനിയും വരും. ദേ, അപ്പൊ ഞാൻ മാലാഖയെ കണ്ടോളാം കേട്ടോ. എന്നാലും മാലാഖ എന്തിനാ പോയ മുത്തശ്ശി? ഞാൻ മുത്തശ്ശിയും കൊണ്ട് വരുന്നു പറഞ്ഞിട്ടല്ലേ പോയെ. കുട്ട, നീ അത് വിട്ടുകള. നമുക്കേ മാലാഖ നാളെ പോയി കാണാം കേട്ടോ. ഇപ്പോഴേ മാലാഖയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും, അതാ മാലാഖ പോയത്. മുത്തശ്ശി നീ വാ, വരും. കുട്ടൻ വാ, മുത്തശ്ശി മാലാഖയെ കാണിച്ചു തരാം കേട്ടോ. വാ കുട്ടൻ വാ, മാലാഖയെ മുത്തശ്ശി കാണിച്ചു തരാം കേട്ടോ. വാ. വല്യച്ഛ, വല്യമ്മേ, എനിക്കൊരു കാര്യം സംസാരിക്കണം. അതിനെന്താ ഒരു മുഖവര? മോൻ പറഞ്ഞോ, എന്താ നിനക്ക് പറയാനുള്ള? അല്ല, ഋഷിയേട്ടനും ഗോപികയും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തിടുക്കപ്പെട്ട എന്റെ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകണോ? അവര് സുഖമായിട്ട് വന്നതിന് ശേഷം നടത്തിയാ പോരെ? മോനെ, ഈ കല്യാണാലോചന നടത്തുന്ന തന്നെ ഋഷിയുടെ ആയുസിന് ആപത്ത് വരാതിരിക്കാനും ഗോപികയുടെ ജാതകദോഷം മാറാനും വേണ്ടിയിട്ടല്ലേ? അവളുടെ ജാതകദോഷം മാറാൻ ഇതല്ലേ വഴിയുള്ളൂ. അവർക്ക് വേണ്ടി, അവർ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടിയാ തിടുക്കപ്പെട്ടി കല്യാണാലോചന നടത്തുന്നത്. അതുകൊണ്ട് മോൻ മറ്റൊന്നും ചിന്തിക്കണ്ട. ഏതായാലും ആദ്യം അവരുടെ തീരുമാനം അറിയട്ടെ. ശരി. അല്ല മഹേട്ടാ, അമ്മയെ സിദ്ധു ഇതുവരെ എത്തിയില്ലല്ലോ. ഞാനിപ്പോ അമ്മയെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവര് തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താ മായേ? ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹാലോചന ഇപ്പൊ തന്നെ നടത്തണോ? സിദ്ധുവിന് സുഖമായ ശേഷം അവനൊരു വിവാഹാലോചനയെ കുറിച്ച് ചിന്തിച്ചാ പോരെ? അത് അമ്മയുടെ നിർബന്ധം. അമ്മ എന്തിനാ ദേവികയെ തന്നെ മരുമോളായി വേണോന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? അതാലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്കതിനെക്കുറിച്ച് വല്ല ഊഹമുണ്ടോ? അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് മായ. അതല്ലാതെ അമ്മ ഇപ്പൊ തന്നെ സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹാലോചന നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ല. സുലോചനയായിരുന്നോ? അതെ,
ഞാൻ പെട്ടെന്ന് വരാട്ടോ, ഒന്ന് നിക്കണേ. ആ സുലോചനെ വരൂ. ഇരിക്കെ. അമ്മയില്ലേ ഇവിടെ? ഞാൻ അമ്മയെ ഒന്ന് കണ്ട് സംസാരിക്കാനാ വന്നേ. അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ സുലോചനെ. എവിടെ പോയി? അമ്പലത്തിൽ പോയിരിക്കുക. അല്ല, അമ്മയെ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീരുമാനം വല്ലതായോ? എന്താ ഞാൻ പറയണ്ടേ? ഇന്നലെ നിങ്ങൾ വന്നു പോയതിനു ശേഷം എന്റെ മോള് ഒരു വക ആഹാരം കഴിച്ചിട്ടില്ല. അതെന്ത് പറ്റി? അവൾ ആകെ സങ്കടത്തില. ഋഷിയുമായുള്ള കല്യാണം മുടങ്ങിയതിന് നാണം കെട്ട് ആകെ നിരാശപ്പെട്ട് ജീവിതം തന്നെ വേണ്ട എന്ന മട്ടിലായിരുന്ന അഞ്ജിതയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്രതീക്ഷയായിരുന്നു അഭിഷേകിന്റെ ഈ ആലോചന. ആ ആലോചനയുമായി നിങ്ങൾ അവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം കൂടി നടത്താതെ അഞ്ജിതയുടെയും അഭിഷേകിന്റെയും കല്യാണം നടത്താൻ പറ്റില്ലെന്ന് ഇവിടുത്തെ അമ്മ വാശി പിടിച്ച എന്താ ചെയ്യാ? ദേവികയുടെയും സിദ്ധുവിന്റെയും വിവാഹ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ചിന്ത അഞ്ജിതയ്ക്കും ഉണ്ട്. അതാ അവളുടെ പ്രയാസം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണം. നമുക്ക് തൽക്കാലം ദേവികയുടെ കാര്യം മാറ്റിവെച്ചുകൊണ്ട് അഭിഷേകം അഞ്ജിതയുമായുള്ള കല്യാണ ആലോചനയുമായി മുന്നോട്ട് പോയാലോ? അതല്ലേ നല്ലത്? സുലോചനെ, പറയുന്നോണ്ട് അലോഹ്യം തോന്നരുത്. അഭിഷേകിന്റെ അഞ്ജിതയുടെയും കല്യാണത്തിനൊപ്പം തന്നെ സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടത്തണമെന്നത് അമ്മയുടെ ഉറച്ച തീരുമാനം. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു തീരുമാനമില്ല. അല്ലേ മഹേട്ടാ? ഇവിടുത്തെ അവസാന വാക്ക് അമ്മയുടേതാ സുലോചനെ. അതിനെ എതിർത്തോണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കാവില്ല. ഋഷിയെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ഗോപിയുടെ കാല് പിടിച്ച് പറഞ്ഞതാ. അവളത് ചെവിക്കൊണ്ടില്ല. ഇപ്പൊ എന്തായി? അവളുടെ ജാതകദോഷം കാരണം ഋഷിക്ക് അപകടം പറ്റി. അവൻ ഐസിയുലായി. ഇനി ഇതുപോലെ ഒരനിഷ്ട സംഭവങ്ങളും എന്റെ മോനുണ്ടാവാൻ പാടില്ല. അതിന് ഗോപികയുടെ ജാതകദോഷം മാറ്റിയെടുത്തേ മതിയാവും. ആ ജാതകദോഷത്തിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേത് കൂടിയാ. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. 2 വിവാഹം കൂടി ഒരുമിച്ച് നടത്താമെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ഇല്ലെങ്കിൽ അഞ്ജിതയ്ക്ക് വേറെ ആലോചന നോക്കിക്കോളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കേ. എനിക്കെന്തായാലും എന്റെ മോളുടെ മനസ്സ് ഇനിയും വിഷമിപ്പിക്കാൻ പറ്റൂല. ദേവികയോട് ഞാൻ സംസാരിക്കാം. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എങ്കിൽ നല്ലത്. ദേവിക ഞാൻ പറഞ്ഞാ കേക്കും. അവക്ക് അഞ്ജിതയും ഗോപികയും ഒരുപോലെയാ. അനിയത്തിമാരെന്ന് പറഞ്ഞാ അവക്ക് ജീവനാ. നിങ്ങൾ വിഷമിക്കണ്ട. അവള് വരും. അവള് നിങ്ങളുടെ മുന്നിൽ വന്ന് സിദ്ധുവുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് പറയും. ഇതെന്റെ വാക്കാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ പ്രധാനം ദേവികയുടെ സമ്മതം വാങ്ങുന്നതാ. സമയം കളയാതെ ഞാനതിന് ശ്രമിക്കട്ടെ. വിളിക്കാം. ദേവികെ, നീ എന്ത് ധിക്കാരമായി കാണിച്ചത്? എന്തർത്ഥത്തിലാ ഈ ബന്ധം നടക്കലെന്ന് ഞാനിതിനോട് പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാ പറഞ്ഞത്? എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ നിനക്ക്? നീ എന്തിനായി തീരുമാനം എടുത്തത്? മുത്തശ്ശ, ഞാൻ മഹാമോശമായി പോയി, മഹാമോശം. മുത്തശ്ശ,
ഞാൻ കുറെ ചിന്തിച്ചിട്ട് എങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്ത് ചിന്തിച്ചു? നീയും സിദ്ധാർത്ഥനും നമ്മളെ വിവാഹം നടക്കില്ല എന്ന് നമ്മൾ പൊന്നാരൻ തോട്ടത്തുകാരോട് പറഞ്ഞതല്ലേ? പിന്നെന്താ? അല്ല മുത്തശ്ശ, അവരുടെ വാക്കുകള് നമുക്ക് അങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ. പൊന്നാര തോട്ടത്തുകാര് അന്യരൊന്നും അല്ലല്ലോ, അവരിപ്പോ നമ്മുടെ അടുത്ത ബന്ധുക്കളല്ലേ. മോളെ, അതൊക്കെ ശരിയാണ്. എന്നാലും മുത്തശ്ശൻ ഗോപിയെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അവൾ അവിടെയല്ലേ ജീവിക്കേണ്ടത്? നമ്മളിപ്പോ ഈ ആലോചന നിരസിച്ചാല് അത് പൊന്നാരൻ തോട്ടത്തുകാരെ അപമാനിക്കുന്നതിന് തുല്യമാവും. അതിന്റെ ഭവിഷ്യത്ത് അവിടെ നമ്മുടെ ഗോപുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അത് മാത്രല്ല, നമ്മളൊരു പ്രധാന കാര്യം ചിന്തിക്കണം. അവരെന്തിനാ അഭിഷേകിന്റെ ആലോചനയായിട്ട് വന്നത്? ഗോപികയുടെ ജാതകദോഷത്തിനുള്ള പരിഹാരമായിട്ടല്ലേ? ഞാൻ സിദ്ധാർത്ഥമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അഭിഷേകും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ആ വിവാഹം നടന്നില്ലെങ്കിൽ ഗോപികയുടെ ജാതകദോഷം മാറില്ലെന്ന് കരുതിയായിരിക്കും അവര് നമ്മുടെ ഗോപികയോട് പെരുമാറുന്നത്. അതിൽ ഗോപികയുടെ ജാതകത്തിൽ എവിടാ ദോഷം? അതിപ്പോ നമുക്ക് മാത്രല്ല അറിയൂ. അവിടെ ഋഷിക്കൊഴികെ മറ്റാർക്കും അത് അറിയില്ലല്ലോ. ഇതൊക്കെ സുലോചന ഉണ്ടാക്കി വെച്ച ഏടാകൂടമല്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കാം, അതേ ഉള്ളൂ മാർഗം. മുത്തശ്ശ, അതിനൊക്കെ മുതിർന്നാൽ നശിക്കുന്നത് അഞ്ജിതയുടെ ഭാവിയല്ലേ? ചിലപ്പോ അവളുടെ മരണം വരെ നമ്മളിവിടെ കാണേണ്ടി വരും. എന്തിനാ അതൊക്കെ? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവില്ലേ? അഞ്ജിതയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലേ? എല്ലാവരുടെയും നന്മയെ കരുതി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചൂടെ? നീ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. എന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ല. ആദ്യം നീ നിന്റെ ഭാവിയെ കുറിച്ച് വേണം ചിന്തിക്കാൻ. അച്ഛൻ എന്താ ഈ പറയുന്നേ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ദേവിക കുടുംബത്തിന് വേണ്ടി ഒരു നല്ല തീരുമാനം എടുത്തപ്പോ അച്ഛൻ എന്തിനാ ഇങ്ങനെ തടസ്സം പറയുന്നേ? നീ മിണ്ടരുത്. എല്ലാത്തിന്റെ മൂലഹേതു നീയാണ്. നിന്റെ മകൾക്ക് ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നീ കെട്ടിച്ചമച്ച കള്ളത്തരത്തിന്റെ ഫലമാ ഇപ്പൊ ഇവിടെ എല്ലാവരും അനുഭവിക്കുന്നത്. ദേവി ഈ എടുത്തിയാട്ടം കാണിക്കാൻ പാടില്ലായിരുന്നു. ആനന്ദ് നല്ല പയ്യനായിരുന്നു. അവരുടെ കുടുംബത്തിൽ നിനക്ക് സന്തോഷവതിയായി കഴിയാമായിരുന്നു. അല്ല, ഈ പൊന്നാരൻ തോട്ടത്തുകാർക്ക് എന്താ ഒരു കുറവ്? ആനന്ദിന്റെ കുടുംബത്തെക്കാളും എത്രയോ നല്ല കുടുംബമാണ് പൊന്നാരൻ തോട്ടത്തുകാര്. പൊന്നാരൻ തോട്ടത്തുകാർക്ക് ആനന്ദിന്റെ കുടുംബത്തെക്കാൾ പണവും പ്രതാപവും ഉണ്ട്. സമ്മതിച്ചു എന്ന് കരുതി ആനന്ദിന് കൊടുത്ത വാക്ക് മറന്നുകൊണ്ട് അവനേക്കാൾ കൂടുതൽ പണക്കാരനായ ഒരാളിന് ബന്ധം വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നത് ശരിയായ രീതിയല്ല. എന്നും എപ്പോഴും എന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കില്ല. ഉടനെ ഒരു തീരുമാനം എടുക്കണം.